ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഈ അനുഗ്രഹീതമായ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ പ്രഭാത തിരുവചനം നിങ്ങൾ കാണുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചനം നമ്മുടെ ആരാധനയെ കൂടുതൽ വിശുദ്ധവും ആത്മാർത്ഥതയുള്ളതുമാക്കി തീർക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഈ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവസാന്നിധ്യമായി മാറണമേ. ഞങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും അങ്ങയ്ക്ക് പ്രസാദകരമാകുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മനസ്സുകളെ നിറച്ച് അങ്ങയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീ നറും പശ, ഗുൽഗുലു, ഹൽബാന പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പു ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. നീ അതിൽ ഏതാനും ഇടിച്ചു പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുൻപാകെ വയ്ക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ യോഗത്തിന് ഒത്തതായി നിങ്ങൾ ഉണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. മണക്കേണ്ടുന്നതിന് അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ തിരുവചനത്തിൽ ദൈവം വിശുദ്ധമായൊരു ധൂപക്കൂട്ട് തയ്യാറാക്കുന്നതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ മോശയോട് കൽപ്പിക്കുകയാണ്. ഈ ധൂപം ദൈവസന്നിധിയിൽ മാത്രം ഉപയോഗിക്കേണ്ടതായിരുന്നു. വ്യക്തിപരമായി ഉപയോഗിക്കുന്നതിനായി അതേ രീതിയിൽ ആരെങ്കിലും ധൂപക്കൂട്ട് തയ്യാറാക്കരുത് എന്ന് ദൈവം വ്യക്തമായി ഈ തിരുവചന ഭാഗത്തിലൂടെ കൽപ്പിക്കുകയാണ്. ഇതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ആരാധന സാധാരണമായ ഒരു പ്രവൃത്തിയല്ല, അത് വിശുദ്ധമായ ഒരു കൂടിക്കാഴ്ചയാണ് എന്നുള്ളതാണ്. ധൂപത്തിൻ്റെ സുഗന്ധവും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് ഉയരണം. ദൈവം പുറമേയുള്ള ചടങ്ങുകളേക്കാൾ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയെ വിലമതിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ പ്രാർത്ഥന വെറും പതിവാണോ, അതോ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു സംഭാഷണമാണോ? എൻ്റെ ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ജീവിതം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണോ? പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതം ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും ദൈവസന്നിധിയിൽ സുഗന്ധധൂപം പോലെ പ്രസാദകരമായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആരാധനയെ വിശുദ്ധവും ആത്മാർത്ഥതയുള്ളതുമാക്കി തീർക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ സുഗന്ധധൂപം പോലെ ഉയരുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് കാത്ത് സൂക്ഷിക്കുമാറാകണമേ. അങ്ങേക്ക് മാത്രമായി ജീവിക്കുവാൻ ഉള്ളൊരു ശക്തി തമ്പുരാനെ അടിയങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലെ രോഗികളായവർക്ക് സൗഖ്യവും സമാധാനവും നൽകണമേ. ദുഃഖിതർക്ക് ആശ്വാസവും
പ്രത്യാശയും തമ്പുരാനെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ അവിടുന്ന് നടത്തുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ സുഗന്ധത്താൽ നിറയ്ക്കുകയും സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ.